ഡോക്ടർ ഹാരിസിനെ ചേർത്ത് പിടിക്കുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞത്. ഇപ്പോൾ കൈവിടുന്നു എന്നൊരു തോന്നലുണ്ടോ? അതിനെപ്പറ്റി എനിക്ക് പറയാനൊന്നും. ഡോക്ടർ ശസ്ത്രക്രിയ തുറന്നു പറയുന്നത് 27-ാം തീയതിയാണ്. 28-ാം തീയതി മാറ്റിവെച്ച് ശസ്ത്രക്രിയ നടക്കുന്നു എന്ന് പറയുന്നു. അത് ഡോക്ടറിന്റെ അറിവോട് കൂടിയാണോ ഈ മറ്റൊരു ഡോക്ടർ ഉപകരണം ഉപയോഗിച്ച് അത് എന്റെ അറിവോടുകൂടിയൊന്നുമല്ല. അത് നമ്മളെ പല ഡിപ്പാർട്ട്മെന്റാണ്, 3 യൂണിറ്റുകളാണ്. ആ ഒരു യൂണിറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റേ യൂണിറ്റിനെ പറ്റി യാതൊരു ധാരണയില്ല. അപ്പൊ 3 യൂണിറ്റാണ് അവിടെ ഉള്ളത്, യൂറോ 1, 2, 3. അപ്പൊ നമ്മൾ മറ്റേ യൂണിറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയേയില്ല. മേധാവി എന്നുള്ള നിലയ്ക്ക് എല്ലാ ഉപകരണങ്ങളുടെയും കസ്റ്റഡി എന്റെ കയ്യിലാണ്, എല്ലാ ഉപകരണങ്ങളുടെയും ഉത്തരവാദിത്വം എന്റെ കയ്യിലാണ് ഇപ്പം നിലവിൽ. ഡോക്ടറെ, ചട്ടലംഘനമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഡോക്ടറും അത് സമ്മതിക്കുന്നുണ്ട്. ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ചട്ടം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള നടപടിയാണ്? അതറിയില്ല, എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല എന്നല്ല, എന്താണെന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണം. നമുക്കിപ്പോൾ എന്തെങ്കിലും മറുപടി എഴുതി വെച്ചിരിക്കുന്നു, അതാണ് ഞാൻ താമസിച്ചത്. ഇത്ര സമയം എല്ലാം വിത്ത് തെളിവ്. ഇത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കുന്നത്. ഞാൻ എന്റെ കൈപ്പടയിൽ എഴുതി നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കുകയാണ്, വേറെ ആരും അറിയിക്കാം. ഡോക്ടർ ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന വിശദീകരണം ഓൾറെഡി സമിതിക്ക് മുൻപാകെ കൊടുത്ത കാര്യങ്ങളല്ലേ? ആ തെളിവുകളും കാര്യങ്ങളെല്ലാം ഓൾറെഡി കൈമാറിയിട്ടുണ്ടല്ലോ. പക്ഷെ അത് കണ്ടിട്ടും അവർക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അല്ല, അതിപ്പോ അന്വേഷണ സമിതി എന്ന് പറയുന്നവര് അവര് പ്രത്യേക കുറച്ച് വിഭാഗക്കാരാണ്. അവര് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. അത് പല ലെവലിൽ ഇന്റർപ്രറ്റ് ചെയ്ത് പോകുമ്പോൾ പല രീതിയിലായിരിക്കുമല്ലോ പോവുക. അപ്പൊ ഇതിന്റെ ചോദിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ എന്റെ മറുപടി നേരിട്ട് കൊടുക്കുകയാണ്. എന്താണ് എന്റെ സംഭവം എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയാണ്. അതല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒരാൾ വഴി അയക്കുമ്പോൾ അവർക്കും ഈ ഇടയ്ക്ക് നിൽക്കുന്നവർക്കും അവരുടേതായ താല്പര്യങ്ങളും ഒക്കെ കാണും. ഇതിനകത്ത് തെളിവ് കൊടുത്തവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും, പല സൈഡിൽ നിന്നുള്ള താല്പര്യങ്ങൾ കാണും. അതൊന്നും നമുക്കറിയില്ല. ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. കത്തിൽ DMEയുടെ അടക്കം വ്യക്തിപരമായ താല്പര്യമുണ്ട്. അല്ല, അതൊന്നും നമുക്കറിയില്ല. ഇത് പല ലെവൽ കടന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ഫിൽട്ടർ ഔട്ട് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. എന്താണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്റെ കൈ കിട്ടി, അല്ലെങ്കിൽ അവരെന്താണ് കണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റും. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഡോക്ടർ ആരോഗ്യമന്ത്രിയായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു വിഷയങ്ങൾ? ഇല്ല, അയ്യോ, അങ്ങനെ ഞാൻ ഒരിക്കലും ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. താങ്കൾ ആരോഗ്യമന്ത്രിയുടെ PS-നെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു എന്ന് താങ്കൾ അന്ന് പറഞ്ഞിരുന്നു. അതായത് ബന്ധപ്പെട്ട ഒരൊറ്റ ഉദ്യോഗസ്ഥരോട് പോലും താങ്കൾ നേരിട്ട് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കാരണം കാണിക്കുന്ന നോട്ടീസിലുണ്ട്. ആരോഗ്യമന്ത്രിയുടെ PS ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരല്ലേ? ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ PS അതിന്റെ തെളിവുകളെല്ലാം എന്റെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അവരന്ന് അന്വേഷണ കമ്മീഷൻ ഫോട്ടോ കോപ്പി എടുത്ത് രാവിലെ 10 മുതൽ ഫോട്ടോ കോപ്പി എടുത്ത് 5 മണിയായിട്ടും തീർന്നില്ല. എന്നിട്ടാണ് അവർ 5 മണിക്ക് കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയത്. അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകൾ അവിടെ ഇരിപ്പുണ്ട്. ഹാരിസ് ചുരക്കലിന്റെ പ്രതികരണമാണ് കേട്ടത്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, നടപടിയിൽ പേടിയില്ല, സത്യസന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്.